നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് മത്സരിക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ മലമ്പുഴയിൽ പോയി മത്സരിച്ചത് എന്തുകൊണ്ടായിരുന്നു? 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് മലമ്പുഴയ്ക്ക് പോകുന്നത്. അന്ന് മലമ്പുഴ എന്ന് പറഞ്ഞാൽ കേവലം എൻ ഡി എക്ക് ബി ജെ പിക്ക് 2600 വോട്ട് മാത്രമുള്ളത്. ബി ജെ പിയെ സംബന്ധിച്ചോളം അവിടെ അപ്രസക്തമാണ് ബി ജെ പി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, കിട്ടാവുന്ന വോട്ട് വാങ്ങുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. പത്രമാധ്യമങ്ങൾ കാര്യമായിട്ട് ബി ജെ പിക്ക് പ്രസക്തി തരാറില്ല. ജനങ്ങളും വോട്ടർമാരെ സംബന്ധിച്ചോളം അവരെ ഒരു ശക്തിയായിട്ട് ബി ജെ പി മലമ്പുഴ മണ്ഡലത്തിൽ കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ബി ജെ പിയുടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചോളം ഒരുപാട് ബലിദാനികളുള്ള മണ്ഡലമാണ്. 12-ലധികം ബലിദാനികളുള്ള മണ്ഡലമാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് CPM-ആയിട്ട് നിരന്തരമായിട്ട് സംഘർഷം നടക്കുന്ന കണ്ണൂർ ജില്ലയ്ക്ക് സമാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷമുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് ബി ജെ പി അല്ലെങ്കിൽ RSSൻ്റെ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് വരിക എന്നുള്ളത് ആളുകൾക്ക് പേടിയുള്ള ഒരു സ്ഥലമാണ്. കാരണം പാർട്ടി ഗ്രാമങ്ങളുള്ള സ്ഥലമാണ്. ഇപ്പോൾ 2016 അന്ന് പാലക്കാട് നഗരസഭാ വൈസ് ചെയർമാനായിരിക്കുന്ന സമയത്താണ് എന്നോട് പാർട്ടി ആവശ്യപ്പെടുന്നത് മലമ്പുഴയിൽ മത്സരിക്കണം എന്നുള്ളത്. എന്നെ സംബന്ധിച്ചോളം അന്ന് മലമ്പുഴയിലെ CPM-ൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ജനകീയനായിട്ടുള്ള ശ്രീ VS അച്യുതാനന്ദനാണ്. VSൻ്റെ ഗ്രാഫ് ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന സമയത്താണ് ഞാൻ VSനെതിരെ മത്സരിക്കാൻ പോകുന്നത്. ഒരു മാധ്യമങ്ങളും C കൃഷ്ണകുമാറിന് യാതൊരു വിധത്തിലുള്ള പ്രസക്തിയും ആ മണ്ഡലത്തിൽ തരില്ല. വാർത്താ മാധ്യമങ്ങൾ ഒരു ലൈൻ പോലും എഴുതാൻ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത്. പക്ഷേ അതൊരു ചലഞ്ചായിരുന്നു. VSനെ പോലുള്ള ഒരു അധികായനോട് മത്സരിച്ച് 2ാം സ്ഥാനത്ത് ജയിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് പോകുന്ന സമയത്ത് തന്നെ അറിയായിരുന്നു. പക്ഷേ VSനെ പോലെയുള്ള ഒരു അധികായനോട് മത്സരിച്ച് 2ാം സ്ഥാനത്തെത്തുക എന്നുള്ളത് ഒരു ടാർഗറ്റായിട്ട് ഒരു ലക്ഷ്യമാക്കി വെച്ചുകൊണ്ടാണ് മലമ്പുഴയ്ക്ക് പോകുന്നത്. എന്നോട് മത്സരിക്കാൻ അന്ന് ആവശ്യപ്പെട്ട സംഘടനാ സെക്രട്ടറി BJPയുടെ സംഘടനാ സെക്രട്ടറിയോട് ഞാൻ പറഞ്ഞു, ഞാൻ മലമ്പുഴയിൽ എന്നെ ഒഴിവാക്കി തരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. കാരണം VSനെ പോലുള്ള ഒരാളോട് വെറും പാലക്കാട് നഗരസഭയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഞാൻ എങ്ങനെ പോയിട്ട് മത്സരിക്കുക എന്നുള്ളത്. അപ്പോൾ സംഘടനാ തീരുമാനമാണ് അത് കൃഷ്ണകുമാർ അവിടെ മത്സരിക്കണം എന്നുള്ളത് പറഞ്ഞ സമയത്ത് ഞാൻ ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞു, ഞാൻ VSനോട് ജയിക്കുന്ന ഞാൻ പറയുന്നില്ല, പക്ഷേ മലമ്പുഴയിൽ നിന്ന് 3ാം സ്ഥാനക്കാരനായിട്ട് വരില്ല. മലമ്പുഴയിൽ നിന്ന് ഞാൻ 2ാം സ്ഥാനത്ത് എങ്കിലും ഞാൻ എത്താനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ അവിടെ കഠിനമായിട്ടുള്ള പ്രവർത്തനം അവിടുത്തെ സഹപ്രവർത്തകർ ഇന്നും എൻ്റെ കൂടെ ഒരേ അമ്മയുടെ മക്കളെ പോലെ എന്നെ കരുതുന്ന സഹോദരനായി കരുതുന്ന എൻ്റെ സഹപ്രവർത്തകരോടൊപ്പം അന്ന് ഞങ്ങൾ ആ ചലഞ്ച് ഏറ്റെടുത്തു. 2600 വോട്ടിൽ നിന്ന് 46,170 വോട്ടായിട്ട് ഉയർത്താൻ കഴിഞ്ഞു. കോൺഗ്രസ്സിനെ 3ാം സ്ഥാനത്തേക്ക് 50,000-ലധികം വോട്ടുണ്ടായിരുന്ന കോൺഗ്രസ്സിനെ 3ാം സ്ഥാനത്തേക്ക് മാറ്റാനും കഴിഞ്ഞു.